സർ, നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 6 to 10% വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ 10%, 30%, ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഇതിലും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന മറ്റെന്തെങ്കിലും നിക്ഷേപ സാധ്യതകളുണ്ടോ? ഓക്കെ, ആക്ച്വലി ഞാനീ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകരുത്. പക്ഷേ നിങ്ങൾക്ക് പഠനം നടത്താം. ഇന്ത്യയിൽ നമുക്കൊരു 7,000-7,500 കമ്പനികളാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി മൊത്തമുള്ളത്. അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 200-300 കമ്പനികളാണ് നല്ല സൂപ്പർ ഗ്രോത്ത്. അത് ലോകത്ത് തന്നെ ഉള്ളതിൽ ഏറ്റവും നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളിലാണ് എനിക്കത്. അപ്പം നമ്മൾ ബാങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ഏറ്റവും കുറയുവാണെങ്കിൽ നമുക്ക് റിസ്ക് അത്രയും കുറയും. അപ്പോൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. മ്യൂച്വൽ ഫണ്ട്സിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര ശതമാനത്തിൽ കൂടുതൽ ഒരു സെക്ടറിൽ ഇടാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഇടാൻ പറ്റില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള റെമ്യൂണറേഷനും ഫീസുകളും ഒക്കെ ഉണ്ട്. അതേസമയത്ത് നമ്മൾ തന്നെ ഇന്നിപ്പോൾ ഗൂഗിൾ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുകയാണ്, അവർ തന്നെ തരുന്ന സജഷൻസിലൊക്കെ നമുക്കൊരു 30% വലിയ മോശമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. അത് മോറോലെസ് ചിലപ്പം 25 ആയിരിക്കും, 35 ആയിരിക്കും നമുക്കിങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരെണ്ണത്തിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഷെയറിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 91-92 ഒരു 3-4 പത്രമെങ്കിലും വായിക്കണം. ഇക്കണോമിക് ടൈംസ് എല്ലാ ദിവസവും വായിക്കണം, ബിസിനസ് ലൈൻ വായിക്കണം. ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഗൂഗിളിനകത്ത് തന്നെ കിട്ടും, ഗൂഗിൾ അനലറ്റിക്സിൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ഗ്രാഫ് എടുത്ത് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ക് കുറഞ്ഞു. എന്നിട്ട് നമ്മൾ AI സഹായത്തോടു കൂടി നമുക്ക് പഠനം നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെയല്ല, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പൈസ ഉണ്ടാകുന്ന 500 രൂപ, 1000 രൂപ, 2000 രൂപയൊക്കെ കിട്ടുന്നതെല്ലാം ഷെയറിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ്. അപ്പോൾ അത് ഒരു ഡിമാറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പം വലിയ മോശമില്ലാത്ത രീതി. പക്ഷേ അതിൻ്റെ കൂടെ തെറ്റിപ്പോകരുത്. ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ്, അതിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ, ഇല്ലെങ്കിൽ ഡേ ട്രേഡിങ്, ഇതിനകത്ത് പലതും ഈ അതർ പീപ്പിൾസ് ലോസ് ആയിരിക്കും നമ്മുടെ ഗെയിൻ. അത് ബാഡ് മണിയാണ്. ബേസിക്കലി എൻ്റെ പ്രിൻസിപ്പിളിൽ അത് ബാഡ് മണിയാണ്. നമ്മളെപ്പോഴും ഷെയർസിനകത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഗുഡ് മണിയാണ്. എപ്പോഴും നമുക്ക് അത് ചെയ്യുവാണ് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ ഒരു 10-50 ഷെയർസ് ഷോർട്ട് ലിസ്റ്റ് എടുത്തിട്ട് എപ്പോഴാണോ വില താഴുന്നത് അപ്പോൾ സന്തോഷിക്കുക, അതിനകത്തോട്ടങ്ങ് ഇടുക. ആങ്സൈറ്റി ഒന്നും ഇല്ലാതിരിക്കുക. സ്വല്പം കഴിയുമ്പോൾ തന്നെ കൂടിക്കോളും. ഭയങ്കരമായിട്ട് ഡിപ്പായി പോയി കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുക. എവിടെന്നെങ്കിലുമൊക്കെ പൈസ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ വെറുതെ ഇരിക്കുക. എനിക്കങ്ങനെ പല ഷെയർസും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഹാപ്പി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് വരും. നമുക്കിപ്പോൾ തന്നെ മൊബൈലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ പോർട്ട്ഫോളിയോ അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്ക് സന്തോഷം വരും. അപ്പോൾ എന്നതുപോലെ നമുക്കപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഈ നമ്മൾ മുടക്കിയ പൈസയുടെ 100 ഇരട്ടി വേണമെങ്കിലും ലാഭം ഉണ്ടാകുന്ന ചില അപൂർവങ്ങളായ ചില സ്റ്റാർട്ടപ്സ് ഉണ്ട്. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ശിഷ്യരായിട്ടൊക്കെ ചില ആൾക്കാർ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പൾസെല്ലാം എനിക്കറിയാം. അപ്പോൾ വളരെ ഇതാണ്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ നമ്മൾ പുറത്ത് കൊടുക്കത്തേ ഇല്ല. നമ്മുടെ അകത്തുള്ള ആൾക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങ് എടുക്കും. കാരണം അത്ര ഗ്രോത്ത് കാണും. അതല്ലാതെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് വരാൻ ചാൻസ് ഇല്ലാതെ ഒരു 40% മുതൽ 60% വരെ നമുക്ക് ഈ റിട്ടേൺ അല്ല, ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ അല്ല, പക്ഷെ നമുക്ക് വളരെ 100% സർട്ടനിറ്റി ഉള്ള ചില ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 40-60% നമുക്ക് ആനുവൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കുകളെയും മറ്റും എല്ലാം ബാധിക്കുന്ന ഒരു സാധനമാണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ്സുകളിലും അതിൽ ഞാനുമായിട്ടുള്ളൊരു ഇതിനകത്ത് അതൊരു ഒപ്പീനിയനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പൈസ കളക്ട് ചെയ്യുകയോ ഇടുകയോ റിട്ടേൺസ് കൊടുക്കുകയോ ഒന്നും എൻ്റെ ജോലിയല്ല. അപ്പം ഇന്ന റീസൺസ് കൊണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട്, ഇന്ന സ്റ്റഡിയുടെ ഫലമായിട്ട് ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ 40%, 50, 60
ശതമാനത്തിന് മുകളിൽ റിട്ടേൺസ്, ആനുവൽ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട്. അപ്പോൾ അത് പക്ഷേ അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ രാജ്യത്ത് മൊത്തമായിട്ട് 6, 7, 8% മാത്രം റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും ഒരു ഹൈക്ക് റിട്ടേൺസ് നമ്മൾ കൊടുക്കേണ്ട, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഒന്നുമല്ല. ചില ബിസിനസ്സിനകത്ത് നമ്മൾ വളരെ ചുരുങ്ങിയ സംഭവമാണ്, പക്ഷേ അതിനകത്ത് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 40, 50, 60% ആനുവൽ റിട്ടേൺസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അതിപ്പം പുറത്ത് അധികം കിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമുക്ക് ജനറലി ചെയ്യാവുന്ന സാധനം എപ്പോഴും എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കണക്ക് കൂട്ടാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ യൂണിക്കോണൊക്കെ ആയി വരാവുന്ന ചില കമ്പനികൾ കാണുമ്പോൾ അതിനകത്തൊരു 10 എണ്ണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു 4 എണ്ണം പറന്ന് കയറി കഴിഞ്ഞാലും ബാക്കി അത് ഡൗൺ ആയി പോയാൽ പോലും നമുക്ക് വലിയ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റിസ്ക് ഷെയർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ രക്തം ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ റിട്ടേൺസ്. അപ്പോൾ ഈ ഹൈ റിട്ടേൺസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എത്തിക്കലി നമ്മൾ സ്ട്രോങ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയിലും രാജ്യസുരക്ഷയ്ക്കും ജനങ്ങൾക്കും എല്ലാം ചേർന്ന ഏറ്റവും സുഖകരമായ റിട്ടേൺ ഉള്ള സംഭവത്തിലാണ്. അവിടെ പണപ്പെരുപ്പം ഒന്നും ഉണ്ടാകുന്നില്ല ഇത്രയും മൂല്യം വന്നതിന് ശേഷം. പക്ഷെ അത് ഓപ്പർച്യൂണിറ്റീസ് വളരെ റെയറാണ്. അപ്പോൾ അത് വളരെ നമ്മൾ ക്ലോസ് സർക്യൂട്ടിൽ അല്ലെ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ പല ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനൊന്നും വാങ്ങിക്കത്തില്ല, പറഞ്ഞു കൊടുക്കും, ആൾക്കാരത് നമ്മുടെ തന്നെ ശിഷ്യർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് എന്നിട്ട് അവർ പിന്നീട് റിപ്പോർട്ട് ചെയ്യും, എനിക്ക് ഇത്ര റിട്ടേൺസ് കിട്ടിയായിരുന്നു. ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ക്ലാസ്സിൽ വരുന്ന എല്ലാവരോടും പറയാറില്ല കേട്ടോ. അതിനകത്ത് തന്നെ ഒരു മച്വേർഡായി എന്നൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരോട് ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കടമൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് കളയും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മച്വേർഡായിട്ട് പലതിലും വന്നു വീണ്ടും അവരെനിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇന്ന സംഭവത്തിൽ ചെയ്തോളാനായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്താണുള്ളൊരു കാര്യം ശരിയാണ്, നമുക്ക് ഈ റിട്ടേൺ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ എന്തായാലും നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബിസിനസ്സിനെ കഴിഞ്ഞും ലാഭം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ കിയോസാക്കി പറയുമ്പോൾ 4 ഇത് പറയുമല്ലോ. ഒന്നേതാ, എംപ്ലോയി. അപ്പോൾ ഒരു 95% ഇല്ല 90% ആൾക്കാർ അതിൽ പോകും, ഏതെങ്കിലും വിധത്തിലുള്ള എംപ്ലോയി. രണ്ടാമത്തെ എന്താണ്, സെൽഫ് എംപ്ലോയിഡ്, ചെറിയ കട നടത്തുന്നവരും പിന്നെ എന്താണ് ചെറിയ ഇല്ലെങ്കിൽ പിന്നെ ചെറിയ പ്രൊഫഷൻസ് നടത്തുന്നവരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡാണ്. മൂന്നാമത്തെ കാറ്റഗറിക്ക് റോബർട്ട് കിയോസാക്കി പറയുന്നത് എന്തുവാണ്, ബിസിനസ്. അപ്പോൾ ബിസിനസ്സിനകത്തൊരു സിസ്റ്റം റൺ ചെയ്യുകയാണ്. അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരുന്ന സാധനം അന്ന് തന്നെ പോകുന്ന സ്പീഡിൽ, എത്ര സ്പീഡിലാക്കുന്നു, എത്ര സിസ്റ്റം വർക്ക് ചെയ്യുന്നു, അതനുസരിച്ചായിരുന്നു. നാലാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റേഴ്സ്. ഈ 4 കാറ്റഗറിയും പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ സുഖകരമായ ജോലിയും ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ, അപ്പോൾ അത് ഷെയർ മാർക്കറ്റില്ല, ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആണ്, എല്ലാവർക്കും വരാം. അപ്പം ഷെയർ മാർക്കറ്റിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കിപ്പോൾ 1000, 2000 ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എല്ലാം എത്തിച്ചിട്ട് നമ്മൾ ഡിമാറ്റിൽ ഇട്ടിട്ട് വരുമ്പോൾ വർഷം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും 10-25 ലക്ഷം രൂപ അതിനകത്ത് ചെറിയ എമൗണ്ട് ഇട്ടാൽ പോലും 10-25 ലക്ഷം രൂപ അത് നല്ല റിട്ടേണും കിട്ടും. പക്ഷെ അതല്ല, നമുക്ക് സോളിഡായിട്ട് കുറച്ച് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ലാതെ എന്താണ് നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ അത് എന്താണ് ഈ പലിശയോ അങ്ങനെ ഡിവിഡൻഡോ അങ്ങനെയല്ല. നമ്മളൊരു ബിസിനസ്സിൻ്റെ 100% ഓപ്പർച്യൂണിറ്റി കണ്ട് അതിൻ്റെ ഷോർട്ട് അനാലിസിസ് എല്ലാം ചെയ്തിട്ട് ഇതിന് ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ ഇതിന് ഇത്ര മൂല്യം ആകും എന്ന് നല്ല ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ്, ഫൈനാൻഷ്യൽ ടൂൾസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം. അപ്പോൾ എൻ്റെ അടുത്തൊരു ചലഞ്ച് ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തെളിയിക്കുക. ഒരു ചലഞ്ചും ഇല്ല. എന്താ കാര്യം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ, ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മളിങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി. കാരണം ഒരുപാട് വർഷത്തെ പഠനത്തിനൊക്കെ ശേഷമാണല്ലോ നമുക്കിതൊക്കെ പറയാനായിട്ട് പറ്റുന്നത്. പക്ഷേ എന്താണേലും ഒരു കാര്യം ശരിയാണ്, ഓപ്പർച്യൂണിറ്റി ഒരു നമുക്ക് പിന്നെ ഈ ബാങ്കിൽ കൊടുക്കുന്ന, നമ്മൾ ബാങ്കിലിടുന്ന അത്രയും പോലും റിസ്ക് ഇല്ലാതെ തന്നെ
40-60% നമുക്ക് ആനുവലി ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ സാധ്യതകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യ ഒട്ടാകെ ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അത് കണ്ടെത്തി ചില ആൾക്കാർ ഭയങ്കര ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം അത് നമ്മൾ പഠിക്കണം. അപ്പോൾ 3 വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്. എന്താണ്? അക്കാഡമിക് എഡ്യൂക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ BA-യും MA-യും ഒക്കെ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് നമ്മൾ BTech പഠിക്കുന്നു, MBBS പഠിക്കുന്നു, അല്ലെങ്കിൽ LLB പഠിക്കുന്നു. ഇതൊക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. 3ാമത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. ആ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനകത്താണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളിങ്ങനെ ഒരു ബിസിനസ്സിനെ നോക്കുമ്പോൾ അവർ കാണുന്നത്, ഇപ്പോൾ അനാട്ടമി പഠിച്ചൊരു ഡോക്ടർ ഒരാളുടെ ശരീരം കാണുമ്പം എങ്ങനെയാണോ വിലയിരുത്തുന്നത് എന്നതുപോലെ തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ അതിൽ നിന്ന് ഗ്രഹിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ല 4 പ്രൊഫഷനകത്ത് ബിസിനസ്സിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്കെപ്പോഴും ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. യു ഗോട്ട് ഇറ്റ്? Yes, miss. Thank you, sir.